പാകിസ്ഥാൻ തിരിച്ചടിച്ചേക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ദില്ലിയും ജമ്മു കാശ്മീരും ഉൾപ്പെടെ സംസ്ഥാനങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതെന്നും രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് റിപ്പോർട്ടുകൾ? സൗമ്യ, എന്തായാലും പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ ചില ISI ബന്ധമുള്ള ഭീകര സംഘങ്ങളുമായി കൂട്ടിച്ചേർന്നാകും ഇത്തരത്തിലൊരു ആക്രമണത്തിന് പദ്ധതിയിടുന്നതെന്നാണ്. രാജ്യത്തെ പ്രധാന 5 സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നു എന്നും ഈ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും രാജ്യ തലസ്ഥാനം തന്നെയാണ് ഈ ഭീകര സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനൊപ്പം പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതോടൊപ്പം ദില്ലി എന്നിവ കേന്ദ്രീകരിച്ചൊരു ആക്രമണത്തിന് പദ്ധതിയിടുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ ISI സംഘങ്ങളുടെ ഒത്താശയോടുകൂടിയുള്ള നിർദ്ദേശപ്രകാരം നൽകിയിട്ടുണ്ട് എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഈ ISI സംഘങ്ങൾ ആകും തന്നെ ഈ ഭീകരാക്രമണം നടത്തിയേക്കുക എന്നൊരു സൂചനയും മുന്നറിയിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇന്നലെ പാക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത മന്ത്രിസഭാ യോഗവും മറ്റും ചേർന്നിരുന്നു. ഈ യോഗത്തിനും ഇന്ത്യക്ക് തിരിച്ചടി നൽകണമെന്നൊരു തീരുമാനത്തിലായിരുന്നു പാകിസ്ഥാൻ എത്തിച്ചേരുകയും ചെയ്തത്. അതിനാൽ തന്നെ നിലവിൽ ഈ ഭീകര സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു ആക്രമണം രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് സുപ്രധാന നഗരങ്ങളിൽ നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജ്യത്തെ സുപ്രധാനമായ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ അതീവ ജാഗ്രതയിലാണ് രാജ്യമുള്ളത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, അതിർത്തി പ്രദേശത്തും മറ്റും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ നിരോധനാജ്ഞയും നിലവിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ BSFന്റെയും മറ്റും നേതൃത്വത്തിൽ കർശന നിരീക്ഷണവും മറ്റും അതിർത്തി മേഖലയിൽ തുടർന്നു വരികയും ചെയ്യുകയായിരുന്നു. വ്യോമസേനയുടെ സഹായത്തോടു കൂടി നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്നറിയുന്നത്. ഇത് ISI ബന്ധമുള്ള ചില ഭീകര സംഘടനകളുടെ സഹായത്തോടു കൂടി ആയിരിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സൗമ്യ. മനു, ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഒരുപക്ഷെ ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബ് ജില്ല പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. ദില്ലിയിൽ നേരത്തെ തന്നെ സൈന്യത്തെ വിന്യസിക്കുന്ന അടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ സുരക്ഷാ ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ടോ? മൂന്ന് സൈനിക മേധാവികളുടെയും ഉന്നതതല യോഗം അല്പസമയങ്ങൾക്കകം ദില്ലിയിൽ ചേർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഈ യോഗം വിളിക്കുക എന്നാണ് അറിയുന്നത്. അല്പസമയങ്ങൾക്കകം ഈ യോഗം ആരംഭിച്ചേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ അതീവ സുരക്ഷയാണ് രാജ്യത്തെമ്പാടും ഏർപ്പാടാക്കിയിരുന്നത്. നിലവിൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടി നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് ഒരുങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് അതിർത്തി മേഖലയിലും രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിൽ എല്ലാം ഒരുക്കിയിരുന്നത്. പഞ്ചാബിലെ 10 കിലോമീറ്റർ അതിർത്തിയിൽ 1000 ഗ്രാമങ്ങളും മറ്റും ഒഴിപ്പിച്ചിരുന്നു. 50,000-ഓളം ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്നുമാകട്ടെ ഇത്തരത്തിൽ 20,000-ഓളം ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരെ പ്രത്യേക ക്യാമ്പിലൊക്കെയാണ് താമസിപ്പിക്കുകയും ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഈ പഞ്ചാബ് കൂടാതെ ഗുജറാത്ത് മുതൽ ഈ അതിർത്തി പ്രദേശത്ത് നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിരുന്നു. കൂടുതൽ സൈനിക വിഭാഗങ്ങളെ ഈ സ്ഥലങ്ങളിൽ വിന്യസിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷ അതീവ ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടി ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ സൈനിക തലങ്ങളിൽ നിന്ന് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും നൽകുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടി നടത്തിയതിന് പിന്നാലെ ഈ 20-അംഗ NSG സംഘത്തെ ദില്ലി വിമാനത്താവളത്തിനും സമീപവും മറ്റും ഏതു സമയവും രാജ്യത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും പുറപ്പെടാൻ മറ്റും സജ്ജമാക്കി നിർത്തിയിരിക്കുകയുമായിരുന്നു. കൂടാതെ 5 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കുന്ന വ്യോമ സംഘത്തെയും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു നിർദ്ദേശം കിട്ടിയാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശമാണ് വ്യോമസംഘത്തിനും നൽകിയിരിക്കുന്നത്. അതിനാൽ അതീവ ജാഗ്രതയും നിർദ്ദേശവുമാണ് 3 സൈനിക തലങ്ങൾക്കും നൽകിയിരിക്കുന്നത്. നാവികസേനയും അതീവ സുരക്ഷയിലാണ്. മുംബൈ കേന്ദ്രീകരിച്ചും മറ്റും ഒരു ആക്രമണ സാധ്യത ഉണ്ടായേക്കാമോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അതിനാൽ തന്നെ നാവികസേനയും ഈ മേഖലയിൽ അതീവ ജാഗ്രതയിലും കോസ്റ്റ് ഗാർഡിൻ്റെയും സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ ഈ മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ 2 സ്കൂൾ കുട്ടികൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. 2 പേരെ സംശയ നിഴലിൽ കണ്ടു എന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു ഒഴിഞ്ഞ ബോട്ട് മുംബൈ തീരത്ത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനാൽ തന്നെ നിലവിൽ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് രാജ്യമെന്ന് പറയേണ്ടി വരും. സൗമ്യ.
മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ തിരിച്ചടിച്ചേക്കും എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്.